ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്നാപക യോഹന്നാന്റെ ദൗത്യത്തെ ധ്യാനിക്കാം. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വിശ്വസ്ത സാക്ഷിയായി സ്നാപക യോഹന്നാനെ നമുക്ക് കാണാം. ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം ഏറ്റവും വിശ്വസ്തയോട് നിറവേറ്റിക്കൊണ്ട് ഭൂമിക്ക് അദ്ദേഹം നൽകുന്ന മാതൃക അതിശ്രേഷ്ഠമാണ്. ഇന്നത്തെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആത്മീയ പ്രതിഭാസമായി സ്നാപക യോഹന്നാൻ മാറുന്നു. ക്രിസ്തു തൻ്റെ ദൗത്യം ആരംഭിച്ചു എന്ന് കേൾക്കുമ്പോൾ ആനന്ദം കണ്ടെത്തുന്ന, സമാധാനിക്കുന്ന, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു വ്യക്തി. ഞാൻ വളരുകയല്ല, അവനാണ് വളരേണ്ടത്. അഭിമാനപൂർവ്വം ക്രിസ്തുവിലേക്ക് മറ്റുള്ളവർ വരുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായി സ്നാപക യോഹന്നാനെ കാണാം. ജോർദാന്റെ മറുകരയിൽ ധാരാളം വെള്ളമുള്ള സ്ഥലത്ത് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചുവെന്ന് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ ഒരു കുറ്റമായി, ആരോപണമായി പറയുമ്പോൾ സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഞാനല്ല, അവനാണ് വളരേണ്ടത്, അവനാണ് ഗുരുവും നാഥനും. ഞാൻ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവനാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ദൗത്യമാണ് ചെയ്യപ്പെടേണ്ടതും. ക്രിസ്തു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിൽ യോഹന്നാൻ വളരെയേറെ അഭിമാനം കൊള്ളുകയും ഒപ്പം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ആ ജനത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. സ്നാപക യോഹന്നാൻ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ ഐക്യപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ സാക്ഷിയാണല്ലോ. നോക്കൂ, എൻ്റെ ദൗത്യം ക്രിസ്തുവിനെ ഭൂമിക്ക് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു. അതിൽ വളരെയേറെ ആനന്ദം കണ്ടെത്തുന്ന, സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി സുവിശേഷത്തിൽ യോഹന്നാനെയും കാണുന്നു. നമുക്കും സ്നാപക യോഹന്നാന്റെ ഈ ഒരു മനസ്സ് സ്വന്തമാക്കാൻ കഴിയണം. നാം ആരും ക്രിസ്തുവല്ല എന്ന് തിരിച്ചറിയാനും അത് അംഗീകരിക്കുവാനും കഴിയുക എന്നതാണ്. ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഉപാഗതികളാകാനേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. നമുക്ക് കണ്ടുമുട്ടുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നയിക്കാം. യോഹന്നാൻ ചെയ്തത് അതാണ്. അവൻ വളരുകയും ഞാൻ ചെറുതാവുകയും വേണം എന്ന് അസന്നിഗ്ധമായി പറയുകയും വീശുമുറം അവൻ്റെ കയ്യിലാണുള്ളത്, അവൻ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുമെന്ന് പറഞ്ഞത് ഈ യോഹന്നാനാണ്. നമ്മെ ലാളിത്യത്തിൻ്റെ ആത്മീയതയിലേക്ക് നയിച്ചുകൊണ്ട് ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം മാത്രമാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വീകരിച്ച സ്നാപക യോഹന്നാന്റെ മനസ്സ് സ്വീകരിച്ചുകൊണ്ട് നമുക്കും ക്രിസ്തു സാക്ഷികളാകാം. നമ്മെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും ക്രിസ്തുവിലേക്ക് നയിക്കാം. ഇന്നത്തെ സുവിശേഷവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എൻ്റെ മനസ്സിൽ കാണുന്നത് കണ്ണൂർ രൂപതയുടെ മഹാപ്രേക്ഷിതനായ ദൈവദാസനായ ലൈനസ് മരിയ സുക്കോൾ അച്ഛൻ്റേതാണ്. ഈ മഹാപ്രേക്ഷിതൻ ഭൂമിക്ക് നൽകിയ ഏറ്റവും മഹത്തായ ഒരു സന്ദേശമുണ്ട്. ദൈവത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം ദൈവത്തിലേക്ക്. യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാന്റെ അതേ മനസ്സായിരുന്നു. എല്ലാം ദൈവത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി മാത്രം നൽകിക്കൊണ്ട് ഭൂമിയിൽ ഏറ്റവും ലാളിത്യമുള്ള നന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയായി ഈ മഹാവര്യൻ കടന്നുപോയി. നമുക്കും സ്നാപക യോഹന്നാനെ പോലെ, ദൈവം ഈ കാലഘട്ടം നൽകിയ പ്രേക്ഷിതരെ പോലെ ക്രിസ്തു സാക്ഷികളായി എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.